യാത്രയുടെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പോകുന്നത് കർണാടകയിലെ മാണ്ഡ്യ ജില്ലയിൽ മേലുക്കോട്ട് പട്ടണത്തിൽ സ്ഥിതി ചെയ്യുന്ന രായഗോപുര എന്ന സ്ഥലത്തേക്കാണ്. ആകാശത്തിനും ഭൂമിക്കും ഇടയിലുള്ള ഒരു പാലം പോലെയുള്ള കർണാടകയിലെ ഒരു അതിമനോഹര സ്ഥലമാണ് രായഗോപുര. സമ്പന്നമായ പൈതൃകത്തിൻ്റെ പ്രതീകമായി ഇന്നും നിലകൊള്ളുന്നു. ബാംഗ്ലൂരിൽ നിന്ന് 150 കിലോമീറ്ററും മൈസൂരിൽ നിന്ന് 55 കിലോമീറ്ററും പാണ്ഡവപുര റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 26 കിലോമീറ്ററും അകലെയാണ് മേലേക്കോട്ട് അഥവാ രായഗോപുര. മേൽക്കോട്ടിലെ രായഗോപുരത്തിൻ്റെ അപൂർണമായ 4 തൂണുകൾ തിളങ്ങുന്ന നീലാകാശത്തിന് നേരെ അതിശയകരമായി തോന്നുന്നു. അത് പൂർണ്ണമായിരുന്നെങ്കിൽ അത് വളരെ മനോഹരമായ ഒരു നിർമ്മിതിയായി മാറുമായിരുന്നു. അപൂർണമായ രായഗോപുരത്തെക്കുറിച്ച് കുറേയേറെ നാടോടി കഥകൾ പ്രചാരത്തിലുണ്ട്. അതിലൊന്ന്, ഒരു രാത്രി കൊണ്ട് തൂണുകളുടെയും ഗോപുരത്തിൻ്റെയും നിർമ്മാണം പൂർത്തിയാക്കാൻ ഒരു ശില്പിയെ വെല്ലുവിളിച്ചു. ശില്പി ജയിക്കുമെന്ന് എതിരാളികൾ ഭയന്നപ്പോൾ ശില്പിയും സംഘവും നന്നായി പ്രവർത്തിക്കുന്നത് പോലെ തോന്നിയപ്പോൾ പുലർച്ചെ 5 മണിക്ക് പകരം രാത്രി 2 മണിക്ക് അവർ പ്രഭാതമണി മുഴക്കി. നിരാശനായ ശില്പി തൻ്റെ ജോലി ഉപേക്ഷിച്ചു. തൂണുകൾ ഇന്നും അപൂർണമായി നിലകൊള്ളുന്നു. ഇതാണ് ഒരു ഐതിഹ്യം. ഈ ഗോപുരത്തിൻ്റെ ചുമരുകളും തൂണുകളും ശില്പങ്ങളാൽ നിറഞ്ഞതാണ്. കൊത്തുപണി ചെയ്ത ചിത്രങ്ങളിൽ ഭൂരിഭാഗവും സ്ത്രീകളുടേതായിരുന്നു. സിനിമാ ഷൂട്ടിങ്ങുകാരുടെ ഒരു പ്രധാന ലൊക്കേഷനാണ് മേലുക്കോട്ടെ. 2007 റിലീസായ ഗുരു എന്ന ചിത്രത്തിൽ ഐശ്വര്യ റായ് ബർസോരെ എന്ന ഗാനത്തിന് നൃത്തം ചെയ്തത് ഈ സ്ഥലത്ത് വെച്ചാണ്. തമിഴ് സൂപ്പർ സ്റ്റാർ രജനീകാന്തിൻ്റെ പ്രധാന ചിത്രങ്ങളായ ദളപതി, ലിംഗ, പടയപ്പ എന്നിവയുടെ പ്രധാന ഭാഗങ്ങൾ ചിത്രീകരിച്ചിരിക്കുന്നത് മേലുക്കോട്ടയിലാണ്. ഇനി മൈസൂർ അല്ലെങ്കിൽ ബാംഗ്ലൂർ ട്രിപ്പ് പോകുമ്പോൾ രായഗോപുരം കൂടി ഉൾപ്പെടുത്തൂ. അടിപൊളിയായിരിക്കും ട്രിപ്പ്. താങ്ക് യു.